കഴിഞ്ഞ ദിവസം ഒരു ടീച്ചർ എന്നോടൊരു സംശയം പങ്കുവച്ചു. ആ ടീച്ചറിൻ്റെ സിസ്റ്ററുടെ വിവാഹമാണ്. സിസ്റ്ററിൻ്റെ വിവാഹത്തിന് വേണ്ടിയിട്ട് ഒരു ഓഡിറ്റോറിയം ബുക്ക് ചെയ്തു. 1,10,000 രൂപക്കാണ് ഓഡിറ്റോറിയം ബുക്ക് ചെയ്തത്. അതായത് 18% GST അടക്കം, അതായത് 16,780 രൂപ GST അടക്കം 1,10,000 രൂപക്കാണ് ഓഡിറ്റോറിയം ബുക്ക് ചെയ്തത്. ഈ ടീച്ചർ അഡ്വാൻസ് ആയിട്ട് 40,000 രൂപ ഇൻക്ലൂഡിംഗ് ടാക്സ് 18%, അതായത് 6,100 രൂപ GST അടക്കം 40,000 രൂപ അഡ്വാൻസ് കൊടുത്തു. ഓണർ ഇവർക്കൊരു റെസിപ്റ്റ് വൗച്ചർ കൊടുത്തു. 40,000 രൂപയുടെ ഒരു റെസിപ്റ്റ് വൗച്ചർ കൊടുക്കുകയും ചെയ്തു. ഈ കഴിഞ്ഞ 2020 ഫെബ്രുവരി മാസത്തിലാണ് അവർ അഡ്വാൻസ് 40,000 രൂപ കൊടുത്തത്. ഫെബ്രുവരി മാസത്തിൽ തന്നെ അവർക്കൊരു റെസിപ്റ്റ് വൗച്ചർ അവർ കൊടുക്കുകയും ചെയ്തു. എന്നാൽ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ വിവാഹം കൃത്യസമയത്ത് ആ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താനുള്ളൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ അവർ ആ ഓർഡർ ക്യാൻസൽ ചെയ്തു. അതായത് ആ ഓഡിറ്റോറിയം വേണ്ട എന്നുള്ള കാര്യം പറഞ്ഞു. സോ കോവിഡ് കാരണം ക്യാൻസൽ ചെയ്തുകൊണ്ട് കോമ്പൻസേഷനായിട്ട് 20,000 രൂപ കൊടുക്കണമെന്ന് ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഓണർ പറഞ്ഞു. അതായത് 40,000 രൂപ അഡ്വാൻസ് കൊടുത്തതിൽ 20,000 രൂപ കോമ്പൻസേഷനായിട്ട് എടുക്കുകയും ബാക്കി 20,000 രൂപയാണ് തിരിച്ച് തരികയുള്ളൂ എന്ന് ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഓണർ പറഞ്ഞു. 40,000 രൂപ അഡ്വാൻസ് കൊടുത്തതാണ്, അതിൽ 20,000 രൂപ ഒരു കോമ്പൻസേഷൻ മണിയായിട്ട് ഞങ്ങൾ എടുക്കും എന്ന് മാത്രമല്ല, ബാക്കി 20,000 രൂപ തരാനുള്ളതിൽ 6,100 രൂപ GST കഴിച്ചിട്ട് 13,900 രൂപയെ തരുള്ളൂ എന്നും അവർ പറഞ്ഞു. അതായത് 40,000 രൂപയുടെ GST ആണ്, 18% GST ആണ്, എത്ര 6,100 എന്ന് പറയുന്നത്. സോ ആ 40,000-ൽ നിന്ന് 20,000 കോമ്പൻസേഷൻ ഇവരെടുക്കും എന്ന് മാത്രമല്ല, 20,000 രൂപ റിട്ടേൺ ചെയ്യുമ്പോൾ ആ 20,000-ൽ നിന്ന് ആ 40,000-ൻ്റെ GST ആയിട്ടുള്ള 6,100 രൂപ കുറച്ചിട്ട് 13,900 രൂപയെ ഇവർ കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെ സംബന്ധിച്ച് 6,100 രൂപ നഷ്ടമാവും. ആരെ സംബന്ധിച്ച്? ഈ ടീച്ചറെ സംബന്ധിച്ച് 6,100 രൂപ നഷ്ടമാവും. യഥാർത്ഥത്തിൽ ഇവർ 6,100 രൂപ ഇൻപുട്ട് ടാക്സ് അടയ്ക്കേണ്ടതുണ്ടോ? ഈ ഓണർ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ടീച്ചറുടെ ഈ ചോദ്യത്തിനുള്ള സൊല്യൂഷൻ ഞാൻ അപ്പോൾ തന്നെ കൊടുത്തു. നിങ്ങളാണെങ്കിൽ ഈ സിറ്റുവേഷനിൽ ആ ടീച്ചർക്ക് എന്തു മറുപടി ആയിരിക്കും കൊടുക്കുന്നത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ലഭിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ഇൻവോയ്സ്, എന്താണ് വൗച്ചർ, GSTയിൽ വരുന്ന ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചോദ്യത്തിനുള്ള ഉത്തരം ലഭിക്കും. സോ ഈ എപ്പിസോഡിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനുള്ള ഉത്തരം കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ആ ചോദ്യത്തിനുള്ള മറുപടി കമൻ്റായിട്ട് അറിയിക്കുക. GSTയുടെ 17ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക്കാണ് ഇൻവോയ്സസ്, വൗച്ചേഴ്സ് ആൻഡ് ഡോക്യുമെൻറ്റ്സ് ഇൻ GST. ഇൻവോയ്സുകൾ തന്നെ മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 5 തരത്തിലുള്ള ഇൻവോയ്സ് ആണുള്ളത്. ഒന്ന് ടാക്സ് ഇൻവോയ്സ്, സെക്കൻഡ് വണ്ണാണ് ബിൽ ഓഫ് സപ്ലൈ, പിന്നെ ഉള്ളതാണ് ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും, പിന്നെയുള്ളതാണ് വൗച്ചേഴ്സ്, അതുപോലെ തന്നെ ഡെലിവറി ചലാൻ. അപ്പോൾ മെയിനായിട്ട് 5 ടൈപ്പായിട്ടുള്ള ഇൻവോയ്സ് ആണ് നമുക്കുള്ളത്. ഫസ്റ്റ് വണ്ണാണ് ടാക്സ് ഇൻവോയ്സ്. എന്താണ് ടാക്സ് ഇൻവോയ്സ് നോക്കാം. ടാക്സബിൾ ആയിട്ടുള്ള സപ്ലൈസ് ആണ് നടത്തുന്നതെങ്കിൽ ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് ടാക്സ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. സോ ടാക്സബിൾ ആയിട്ടുള്ള സപ്ലൈ ആണ് നടക്കുന്നതെങ്കിൽ ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ്. അതായത് ഞാനൊരു രജിസ്റ്റേർഡ് ഡീലറാണ്, ഞാൻ മറ്റൊരാളിലേക്ക് ഒരു ഗുഡ്സ് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെൻ്റ് ആണ്. ആ ഗുഡ്സിനോടൊപ്പം തന്നെ ഞാൻ ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ് ആണെന്ത്? ടാക്സ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ടാക്സ് ഇൻവോയ്സിൻ്റെ സംഭവം എന്താണ്? അതായത് ആ ഗുഡ്സ് കൊടുക്കുന്നതോടൊപ്പം തന്നെ ആ ഗുഡ്സിൻ്റെ ഓണർഷിപ്പും കൂടിയും അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നതിനൊരു തെളിവാണ് ടാക്സ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം, ഒരു സർവീസ് മറ്റൊരാൾക്ക് കൊടുക്കുകയാണെങ്കിലും നമ്മൾ എന്ത് കൊടുക്കും? ടാക്സ് ഇൻവോയ്സ് കൊടുക്കും. അപ്പോൾ ടാക്സ് ഇൻവോയ്സ് ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? ആരാണ്? രജിസ്ട്രേഡ് ഡീലറാണ് ഇഷ്യൂ ചെയ്യുന്നത്. രജിസ്ട്രേഡ് ഡീലർ. അപ്പോൾ രജിസ്ട്രേഡ് അല്ലാത്ത ഡീലേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതിനാണ് ടാക്സ് ഇൻവോയ്സ് എന്ന് വിളിക്കുന്നത്. ഇതുപോലെ തന്നെ ടാക്സ് ഇൻവോയ്സിൽ എന്തൊക്കെ കാണിച്ചിരിക്കണം? ഡെസ്ക്രിപ്ഷൻ കാണിച്ചിരിക്കണം, ആ ഗുഡ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ കാണിച്ചിരിക്കണം, അതുപോലെ തന്നെ ക്വാണ്ടിറ്റി കാണിക്കണം, ദെൻ വാല്യൂ, അതിൻ്റെ വാല്യൂ എത്രയാണ്, ടാക്സ് എത്രയാണ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണിച്ചുകൊണ്ടുള്ള ഒരു ഡോക്യുമെൻറ്റിനെയാണ് എന്ത് വിളിക്കുന്നത്? ടാക്സ് ഇൻവോയ്സ് എന്ന് വിളിക്കുന്നത്. ഒരു ടാക്സ് ഇൻവോയ്സിൽ വേണ്ട മാൻഡേറ്ററി ഫീൽഡ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു ഇൻവോയ്സ് കാണിച്ചിട്ടുണ്ട്, ടാക്സ് ക്യാഷ് ഇൻവോയ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. അവിടെ ആരാണോ സപ്ലയർ ആ സപ്ലയറിൻ്റെ പേര് കാണിച്ചിരിക്കണം. അതുപോലെ തന്നെ സപ്ലയറിൻ്റെ GSTIN നമ്പറും കാണിച്ചിരിക്കണം. അതുപോലെ തന്നെ സപ്ലയറിൻ്റെ അഡ്രസ്സ്, ഫോൺ നമ്പർ പോലുള്ള കാര്യങ്ങളും നിർബന്ധമായിട്ടും ഒരു
ഇൻവോയ്സിൽ കാണിച്ചിരിക്കണം. ദെൻ കാണിക്കേണ്ടത് ഇൻവോയ്സ് നമ്പറാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഇൻവോയ്സ് നമ്പറും അതുപോലെ തന്നെ ഡേറ്റും നിർബന്ധമായിട്ടും കാണിച്ചിരിക്കണം. ദെൻ സ്റ്റേറ്റ്, ഏത് സ്റ്റേറ്റ് ആണെന്നുള്ളത് കാണിച്ചിരിക്കണം. അതുപോലെ തന്നെ സ്റ്റേറ്റ് കോഡും കാണിച്ചിരിക്കണം. ഓക്കെ. ദെൻ പിന്നെ കാണിക്കേണ്ടത് കസ്റ്റമർ ആൻഡ് ടാക്സ് പേയേഴ്സ് GSTIN, അതായത് ആരാണ് കസ്റ്റമർ, ആ കസ്റ്റമറിൻ്റെ പേരും അഡ്രസ്സും കാണിക്കണം. ഇൻ കേസ് ആ കസ്റ്റമർ രജിസ്റ്റേർഡ് ഡീലർ ആണെന്നുണ്ടെങ്കിൽ മാത്രം GSTIN കാണിക്കണം. ഓക്കെ, രജിസ്റ്റേർഡ് ആണെങ്കിൽ മാത്രം കാണിച്ചാൽ മതി. ഇൻ കേസ് രജിസ്റ്റേർഡ് അല്ല എങ്കിൽ വെറുതെ നെയിമും അതുപോലെ തന്നെ അഡ്രസ്സും മാത്രം കാണിച്ചാൽ മതിയാവും. ദെൻ ഇനി അടുത്തതാണ് ഡീറ്റെയിൽസ് ഓഫ് കൺസൈനി ദാറ്റ് ഷിപ്ഡ് ടു നെയിം അഡ്രസ്സ് GSTN, അതായത് മറ്റാരെങ്കിലും ഒരു കൺസൈനിയുടെ കയ്യിലാണ് കൊടുത്തു വിടുന്നതെങ്കിൽ ആ കൺസൈനിയുടെ നെയിമും അഡ്രസ്സും GSTN കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ ഈ ബില്ലിൽ അത് കൊടുക്കാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ നേരിട്ടാണ് ഈ പറയുന്ന ഏഞ്ചൽ ഇലക്ട്രിക്കൽസ് പോയിട്ട് മേടിച്ചിരിക്കുന്നത്. സോ കസ്റ്റമറിൻ്റെ പേര് MPM കൺസ്ട്രക്ഷൻസ്, അതുപോലെ തന്നെ സപ്ലയറിൻ്റെ പേര് ഏഞ്ചൽ ഇലക്ട്രിക്കൽസ്. ദെൻ ഇനി നമുക്ക് നോക്കാം. പ്ലേസ് ഓഫ് സപ്ലൈ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് കേരള, ഇവർ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, വിത്തിൻ കേരളയാണ്. സോ സംശയമില്ല അവിടെ വരുന്ന ടാക്സ് CGST SGST ആയിരിക്കും. സോ പ്ലേസ് ഓഫ് സപ്ലൈയുടെ വേറെ കാര്യങ്ങളൊന്നും അവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ദെൻ ഇനി അടുത്തതാണ് ഐറ്റത്തിൻ്റെ ഡെസ്ക്രിപ്ഷൻ കൊടുക്കണം. അവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പമ്പ് കിർലോസ്കറിൻ്റെ ഒരു പമ്പ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കുക, HSN കോഡ് കൊടുത്തിട്ടുണ്ട്, ആ ഐറ്റത്തിൻ്റെ HSN കോഡ് കൊടുത്തിട്ടുണ്ട്. ദെൻ ക്വാണ്ടിറ്റി കൊടുത്തിട്ടുണ്ട്, യൂണിറ്റ് എത്ര നമ്പേഴ്സ് ആണെന്നുള്ളത് സംഭവം കൊടുത്തിട്ടുണ്ട്, അതായത് ക്വാണ്ടിറ്റി യൂണിറ്റ്സ് ഒരു ക്വാണ്ടിറ്റിയാണ്. ദെൻ യൂണിറ്റ് പ്രൈസ്, അതായത് ഒരു യൂണിറ്റിന് എത്ര രൂപയാണെന്നുള്ളത് അവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ ഗ്രോസ് വാല്യൂയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഡിസ്കൗണ്ട് വല്ലതും ഉണ്ടോ? ഇല്ല, ഡിസ്കൗണ്ട് ഒന്നുമില്ല. അപ്പോൾ ഡിസ്കൗണ്ടും കാണിക്കണം, ഗ്രോസ് വാല്യൂയും കാണിക്കണം, ടാക്സബിൾ വാല്യൂയും കാണിക്കണം. ദാറ്റ് ഈസ് ടാക്സബിൾ വാല്യൂ എന്ന് പറയുന്നത് 6696.43 ആണ്. അതായത് ഡിസ്കൗണ്ട് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ എന്താണ് ടാക്സബിൾ വാല്യൂ? ഗ്രോസ് വാല്യൂ മൈനസ് ഡിസ്കൗണ്ടിനെയാണ് ടാക്സബിൾ വാല്യൂ എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് CGST SGST. ഈ 6696.43 6% CGSTയും 6% SGSTയും, അതായത് 12% ആ പ്രൊഡക്റ്റ് മേൽ, ആ കിർലോസ്കറിൻ്റെ പമ്പിന്മേൽ 12% GST. സോ 6% CGST ആയിട്ടും 6% SGST ആയിട്ടും പിടിച്ചിരിക്കുന്നു. സോ അവിടെ നമുക്ക് കൃത്യമായിട്ട് എമൗണ്ട് കാണാൻ പറ്റുന്നുണ്ട്. 401.79 പൈസയാണ് അവിടെ CGSTയും അതുപോലെ തന്നെ SGST ആയിട്ട് പിടിച്ചിരിക്കുന്നത്. സോ നെറ്റ് എമൗണ്ട് എത്രയാണ്? 6696.43 പ്ലസ് 401.79 പ്ലസ് 401.79, ദാറ്റ് ഈസ് 7500 ആണ് അതിൻ്റെ ബിൽ എമൗണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വീണ്ടും താഴെ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഹാൻഡ്ലിംഗ് ചാർജ് വല്ലതും ഉണ്ടോ, ഡിസ്കൗണ്ട് ഉണ്ടോ, CGST എമൗണ്ട്, SGST എമൗണ്ട്, സെസ്, അതുപോലെ തന്നെ ഗ്രാൻഡ് ടോട്ടൽ എത്രയാണ് 7500 തുടങ്ങിയ ഡീറ്റെയിൽസും അവിടെ കൊടുത്തിട്ടുണ്ട്. സോ ടാക്സബിൾ വാല്യൂവും ഡിസ്കൗണ്ടും റേറ്റും ടാക്സും എല്ലാം കൃത്യമായിട്ട് ഈ ഇൻവോയ്സിൽ കാണിച്ചിട്ടുണ്ട്. ദെൻ ലാസ്റ്റ് സിഗ്നേച്ചർ ഓഫ് ദ സപ്ലയറിൻ്റെ സിഗ്നേച്ചറും കാണിച്ചിട്ടുണ്ട്. അതായത് ഫോർ ഏഞ്ചൽ ഇലക്ട്രിക്കൽസ് എന്ന് കാണിച്ചിട്ട് അവിടെ സപ്ലയറിൻ്റെ സിഗ്നേച്ചറും കാണിച്ചിട്ടുണ്ട്. സോ ഇതിനെയാണ് ടാക്സ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കേസാണ് ഇഫ് ദ റെസിപ്പിയൻറ്റ് ഈസ് നോട്ട് രജിസ്റ്റേർഡ്. അതായത് ഞാനൊരാൾക്ക് ഗുഡ്സ് സപ്ലൈ ചെയ്തു, ഞാനൊരു രജിസ്റ്റേർഡ് ഡീലറാണ്, പക്ഷേ റെസിപ്പിയൻറ്റ് രജിസ്റ്റേർഡ് ഡീലർ അല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ 50,000 എമൗണ്ടിന് മേളിലുള്ള ഒരു സപ്ലൈ ആണ് ഞാൻ മറ്റൊരാൾക്ക് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ടാക്സ് ഇൻവോയ്സിൽ എന്ത് കാണിച്ചിരിക്കണം? മേടിക്കുന്ന വ്യക്തിയുടെ നെയിമും അതുപോലെ തന്നെ അഡ്രസ്സും കാണിച്ചിരിക്കണം. നെയിമും അഡ്രസ്സും ആരുടെയാണ്? റെസിപ്പിയൻറ്റിൻ്റെ നെയിമും അഡ്രസ്സും കാണിച്ചിരിക്കണം. ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ ആണ് അഡ്രസ് ഓഫ് ഡെലിവറി. അതായത് ഇപ്പോൾ തമിഴ്നാട്ടിലുള്ള കസ്റ്റമർ ആയിരിക്കും, പക്ഷേ അദ്ദേഹത്തിന് പ്രൊഡക്റ്റ് വേണ്ടത് എവിടെയായിരിക്കും? കേരളത്തിലേക്കായിരിക്കും പ്രൊഡക്റ്റ് വേണ്ടത്. സോ ആ ഡെലിവറി അഡ്രസ്സും നിർബന്ധമാണ്. അതുപോലെ തന്നെ സ്റ്റേറ്റിൻ്റെ പേര്, സ്റ്റേറ്റ് നെയിമും അതുപോലെ തന്നെ സ്റ്റേറ്റിൻ്റെ കോഡും കൃത്യമായിട്ട് കാണിച്ചിരിക്കണം. സോ ഇത് 50,000 മേളിലാണെങ്കിൽ മാത്രമാണ്. ഏത്? ഒരു നോട്ട് രജിസ്റ്റേർഡ് അല്ലാത്ത വ്യക്തിക്കാണ് ഞാൻ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ 50,000 രൂപയ്ക്ക് മേളിലാണ് ഞാൻ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നതെങ്കിലാണ് ഇത് മാൻഡേറ്ററി ആയിട്ട് കാണിക്കേണ്ടത്. അതേസമയം ഞാൻ വിൽക്കുന്നത് ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഡീലർക്കാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിരിക്കണം? നിർബന്ധമായിട്ടും കാണിച്ചിരിക്കണം. അടുത്തതാണ് ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്. ഇൻവോയ്സ് എപ്പോഴാണ് ഇഷ്യൂ ചെയ്യേണ്ടത്? ഓക്കെ, നമുക്ക് ഓരോ സിറ്റുവേഷൻസ് വെച്ച് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഗുഡ്സ്. സാധാരണ ഒരു ഗുഡ്സ് ഒരു നോർമൽ സിറ്റുവേഷനിൽ എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഞാനൊരു സപ്ലയറാണ്, ഞാൻ മറ്റൊരാൾക്കൊരു ഗുഡ്സ് വിൽക്കുകയാണ്. ആ ആൾക്ക് ഞാൻ ഗുഡ്സാണ് വിൽക്കുന്നതെങ്കിൽ എപ്പോഴാണ്
ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺ ഓർ ബിഫോർ ഓഫ് റിമൂവൽ ഓഫ് ഗുഡ്സ്. ഓക്കെ, അതായത് എന്നാണോ ഞാൻ ഗുഡ്സ് റിമൂവ് ചെയ്യുന്നത് ഒന്നുകിൽ അപ്പം ചെയ്യണം, അതല്ലെങ്കിൽ അതിന് മുന്നേ എന്ത് ചെയ്യാം, എനിക്ക് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരാൾക്ക് ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നത്, അതായത് എൻ്റെ ഫാക്ടറിയിൽ നിന്ന് ഞാൻ റിമൂവ് ചെയ്യുന്നത് ജൂൺ 1, 2019 എനിക്ക് എന്ത് ചെയ്യാം, ജൂൺ 1, 2019 വേണമെങ്കിലും ഇഷ്യൂ ചെയ്യാം, അതല്ല എങ്കിൽ മെയ് 1, 2019 വേണമെങ്കിൽ ഇഷ്യൂ ചെയ്യാം. അതായത് ജൂൺ 1 മുമ്പുള്ള ഏത് ഡേറ്റിൽ വേണമെങ്കിലും എനിക്ക് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാം എന്നർത്ഥം. പക്ഷേ ജൂൺ 1, 2019 ശേഷം ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരാൾക്ക് ഗുഡ്സ് സപ്ലൈ ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഗുഡ്സ് കൊണ്ടുപോകുന്ന സമയത്ത് എങ്കിലും എന്ത് ചെയ്തിരിക്കണം, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കണം. ഇത് ഗുഡ്സിൻ്റെ കേസിലാണ് പറയുന്നത്. സോ ഓൺ ഓർ ബിഫോർ ഓഫ് റിമൂവൽ ഓഫ് ഗുഡ്സ് റിമൂവൽ ചെയ്യുന്ന സമയത്തോ അതല്ലെങ്കിൽ അതിനു മുമ്പോ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുക. ഇനി അടുത്തതാണ് ഗുഡ്സ് കണ്ടിന്യൂസ് സപ്ലൈ. ഓക്കെ, ഇത് ഈ കേസിലാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ഗുഡ്സ് കണ്ടിന്യൂസ് സപ്ലൈ. എന്താണ് കണ്ടിന്യൂസ് സപ്ലൈ? അതായത് നമുക്ക് ഒരാൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ഗുഡ്സ് ഇങ്ങനെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഒരാൾക്കൊരു 1000 ബ്രിക്സ് വേണം എന്ന് വിചാരിക്കുക. അപ്പോൾ 1000 ബ്രിക്സ് ഒറ്റ ലോഡിൽ എത്തിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 2, 3 അല്ലെങ്കിൽ 4 ലോഡായിട്ടായിരിക്കും നമ്മൾ എത്തിക്കുക. അപ്പോൾ കണ്ടിന്യൂസ് സപ്ലൈ എന്ന് വെച്ചാൽ അതാണ്. അതായത് പല തവണകളായിട്ട് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ഇങ്ങനെ സപ്ലൈ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. സോ ഇതിനെയാണ് കണ്ടിന്യൂസ് സപ്ലൈ എന്ന് പറയുന്നത്. ഈ കണ്ടിന്യൂസ് സപ്ലൈയുടെ സമയത്ത് എപ്പോഴാണ് നമ്മൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത്? ആ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺ ഓർ ബിഫോർ ഓഫ് ഇഷ്യൂ ഓഫ് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓർ പേയ്മെൻറ്റ്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്നാണോ പേയ്മെൻറ്റ് നടത്തുന്നത്, അതായത് അവരെന്നാണോ നമുക്ക് പേയ്മെൻറ്റ് നടത്തുന്നത്, ആ പേയ്മെൻറ്റ് നടത്തുന്ന സമയത്തുള്ള ഡേറ്റിലോ അതിന് മുമ്പോ നമുക്ക് എന്ത് ചെയ്യാം, ഇഷ്യൂ ചെയ്യാമെന്നർത്ഥം. അതായത് ഒന്നുകിൽ സപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തിരിക്കണം, ഇഷ്യൂ ചെയ്തിരിക്കണം. ഓക്കെ, അതല്ല എങ്കിൽ നമുക്ക് എപ്പോഴാണ് അവർ പേയ്മെൻറ്റ് നൽകുന്നത്, ആ പേയ്മെൻറ്റ് നൽകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാം. ഇതാണ് ഈ പറയുന്ന ഗുഡ്സിൻ്റെ കേസിൽ വരുന്നത്. എന്നാൽ നേരെ കുറച്ചും കൂടി വിപരീതമായിട്ടാണ് ഈ സർവീസിൻ്റെ കേസിൽ വരുന്നത്. നമുക്ക് സർവീസിൻ്റെ കേസ് വരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, സർവീസിൻ്റെ കേസ് വരുമ്പോൾ വിത്തിൻ 30 days ആണ്. വിത്തിൻ 30 days ഓഫ് സപ്ലൈ ഓഫ് സർവീസസ്. അതായത് 30 days അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജൂൺ 1, 2019 ഒരാൾക്കൊരു സർവീസ് കൊടുത്തു. ഞാനൊരു ഡീലറാണ്. ഞാൻ ഒരാൾക്കൊരു സർവീസ് കൊടുത്ത ഡേറ്റ് ജൂൺ 1, 2019. അപ്പോൾ ജൂൺ 1, 2019 സർവീസ് കൊടുത്തതെങ്കിൽ സർവീസ് കൊടുക്കുന്ന ദിവസം വേണമെങ്കിൽ എനിക്ക് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാം. അല്ലെങ്കിൽ സർവീസ് കൊടുത്തു കഴിഞ്ഞിട്ട് ജൂൺ 30, 2019 ആ 30 ദിവസത്തിനുള്ളിൽ ഞാൻ എന്ത് ചെയ്താൽ മതി, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഒന്നുകിൽ സർവീസ് ചെയ്യുന്ന സമയത്ത്, സർവീസ് റെൻഡർ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ സർവീസ് റെൻഡർ ചെയ്തതിന് ശേഷം മാത്രം. അപ്പോൾ സർവീസ് റെൻഡർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യലില്ല, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യലില്ല. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരാൾക്ക് നമ്മളൊരു അഡ്വാൻസ് കൊടുത്തു. ഇപ്പോൾ ഞാനൊരു സപ്ലയർ ആണ്. ഓക്കെ, അപ്പോൾ ഞാനൊരാൾക്കൊരു സർവീസ് കൊടുക്കാൻ പോകണം. അപ്പോൾ സർവീസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു 40,000 രൂപ അഡ്വാൻസ് മേടിച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇങ്ങോട്ട് അഡ്വാൻസ് ആണ് മേടിക്കുന്നതെങ്കിൽ ആ അഡ്വാൻസിന് ഞാൻ കൊടുക്കുന്നത് ഇൻവോയ്സ് അല്ല കൊടുക്കുന്നത്, പകരം എന്താ കൊടുക്കുന്നത്, വൗച്ചറാണ് കൊടുക്കുന്നത്. ഇൻവോയ്സ് എനിക്ക് എപ്പോഴേ ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ, ആ സപ്ലൈ കൊടുത്തു കഴിയുമ്പോൾ. എപ്പോഴാണ് ആക്ച്വൽ സപ്ലൈ നടക്കുന്നത്, ഒന്നുകിൽ ആ ഡേറ്റിൽ അല്ലെങ്കിൽ ആ ഡേറ്റ് കഴിഞ്ഞിട്ട് 30 ദിവസത്തിനുള്ളിൽ മാത്രമാണ് ഞാൻ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാവുള്ളൂ. അഡ്വാൻസ് മേടിക്കുന്നതിനൊക്കെ വൗച്ചറാണ് ഇഷ്യൂ ചെയ്യുന്നത്. നെക്സ്റ്റ് വണ്ണാണ് സർവീസ് ത്രൂ ബാങ്ക് അല്ലെങ്കിൽ NBFC. അതായത് ബാങ്ക് NBFC വഴിയൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ടാക്സബിൾ ആയിട്ടുള്ള സർവീസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അവിടെ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത് എപ്പോഴാണ്, 45 days ആണ്. വിത്തിൻ 45 days ആഫ്റ്റർ സർവീസ് ചെയ്തതിന് ശേഷം 45 ദിവസത്തിനുള്ളിൽ. അതായത് സർവീസ് ചെയ്യുന്ന ഡേറ്റിൽ വേണമെങ്കിൽ ഇഷ്യൂ ചെയ്യാം, അതല്ല എങ്കിൽ 45 ദിവസത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇഷ്യൂ ചെയ്യാം. അപ്പോൾ ഈ പറയുന്ന ബാങ്ക് NBFC പോലുള്ള ആളുകൾ ചെയ്യുന്ന സർവീസുകൾക്ക് 45 ദിവസം ആണ് മാക്സിമം ടൈം പീരീഡ്, അതിനുള്ളിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കണം. സോ ഗുഡ്സിൻ്റെ കേസിൽ ഒന്നുകിൽ മുൻപേ, അതല്ല എങ്കിൽ സർവീസ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ മുൻപ് എപ്പോൾ വേണമെങ്കിലും ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാം.
അത് സർവീസിൻ്റെ കേസിലാണെങ്കിൽ എപ്പോഴാണ് ഒന്നുകിൽ സർവീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സർവീസ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാവുള്ളൂ. സാധാരണ രീതിയിലുള്ള സർവീസ് ആണെങ്കിൽ 30 ദിവസം, ബാങ്ക് NBFC ഒക്കെ ആണെങ്കിൽ 45 ദിവസം. ഇനി അടുത്ത് നമുക്ക് നോക്കാം എത്ര കോപ്പിയാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത് നോക്കാം. ഓക്കെ, അപ്പോൾ ഗുഡ്സിൻ്റെ കേസിലാണെങ്കിൽ ഇപ്പോൾ ഗുഡ്സിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ 3 കോപ്പിയാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത്. എന്നാൽ സർവീസിൻ്റെ കേസിലാണെങ്കിൽ 2 കോപ്പിയാണ്. ഓക്കെ, ഇതിനാണെങ്കിൽ ഗുഡ്സിനാണെങ്കിൽ 3 കോപ്പിയാണ്. ഒറിജിനൽ അവിടെ 3 കാര്യങ്ങളുണ്ട്. ഒറിജിനൽ ഉണ്ട്, അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഉള്ളതാണ് ട്രിപ്ലിക്കേറ്റ്. ഓക്കെ, അപ്പോൾ ഒറിജിനൽ കൊടുക്കേണ്ടത് ആരാണോ കസ്റ്റമർ, ആ റെസിപ്പിയൻറ്റിനാണ് എന്ത് കൊടുക്കേണ്ടത്, റെസിപ്പിയൻ്റാണ് ഒറിജിനൽ കൊടുക്കേണ്ടത്. ഡ്യൂപ്ലിക്കേറ്റ് ആർക്കാണ് കൊടുക്കേണ്ടത്, ആ ട്രാൻസ്പോർട്ടിംഗ് വെഹിക്കിൾ ഉണ്ട് എങ്കിൽ ആ വാഹനത്തിലാണ് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കേണ്ടത്. ആ ട്രിപ്ലിക്കേറ്റ് കോപ്പി ആരെ കീപ്പ് ചെയ്യേണ്ടത്, സപ്ലയർ. ഓക്കെ, അപ്പോൾ ഞാനൊരു സപ്ലയർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഗുഡ്സാണ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ ട്രിപ്ലിക്കേറ്റ് കോപ്പി 3ാമത്തെ കോപ്പി ഞാൻ എടുക്കും, 2ാമത്തെ കോപ്പി ഡ്യൂപ്ലിക്കേറ്റ് അത് ഒരു വാഹനത്തിലാണ് കൊണ്ടുപോകുന്നതെങ്കിൽ വാഹനത്തിൽ പോകുന്ന ആളുടെ കയ്യിൽ ഞാനൊരു ബില്ല് കൊടുക്കും, അതിൻ്റെ ഒരു ഇൻവോയ്സ് കൊടുത്തു വിടും. അതുപോലെ തന്നെ ഒറിജിനൽ കോപ്പി ആർക്ക് കൊടുത്തു വിടും, റെസിപ്പിയൻറ്റിൽ കൊടുത്തു വിടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കേസിൽ 3 എണ്ണം വരുന്നത്. അതേസമയം സർവീസിൻ്റെ കേസിൽ 2 കോപ്പിയാണ്. അത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് അറിയാനായിട്ട് സാധിക്കും. ഒന്ന് റെസിപ്പിയൻറ്റ്, ഒന്ന് സപ്ലയർ. നെക്സ്റ്റ് വണ്ണാണ് റിവൈസ്ഡ് ഇൻവോയ്സ്. എന്താണ് റിവൈസ്ഡ് ഇൻവോയ്സ് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ ഞാനൊരു സപ്ലയർ ആണ്, ഞാനൊരു രജിസ്റ്റേർഡ് ഡീലർ അല്ല. ഓക്കെ, അപ്പോൾ ജൂൺ 1-ാം തീയതി ഞാൻ എന്ത് ചെയ്യാനാണ്, ജൂൺ 1, 2019 ഞാൻ രജിസ്ട്രേഷൻ എടുക്കുകയാണ്. ഓക്കെ, ജൂൺ 1, 2019 ഞാൻ രജിസ്ട്രേഷൻ എടുക്കുന്നത്. പക്ഷേ ആ രജിസ്ട്രേഷൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് എപ്പോഴും കിട്ടുള്ളൂ, ആഫ്റ്റർ 30 days, ഒരു 30 ദിവസത്തിനുള്ളിലോ ആ 30 ദിവസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 30 ദിവസത്തിനുള്ളിലാണ് എനിക്ക് എന്ത് കിട്ടുള്ളൂ, ആ രജിസ്ട്രേഷൻ്റെ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലേക്ക് കിട്ടുള്ളൂ. സോ ജൂൺ 30, 2019 എനിക്ക് എന്ത് കിട്ടുന്നത്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇതെന്താണ്, ഡേറ്റ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് GST. ഡേറ്റ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് GST ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങാവുന്ന എനിക്ക് അനുവദിച്ചിരിക്കുന്ന ഡേറ്റ് ജൂൺ 1. കാരണം ജൂൺ 1 ഞാൻ രജിസ്ട്രേഷനുള്ള ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, ദെൻ ജൂൺ 30, 2019 ഇതാണെന്ത്, ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് രജിസ്ട്രേഷൻ. എൻ്റെ രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്ന ഏത് ഡേറ്റിലാണ്, ജൂൺ 30-ാം തീയതിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ ദിവസം ഉണ്ടാവും, ഇൻവോയ്സ് ഇഷ്യൂഡ് ഇൻ ബിറ്റ്വീൻ. ഓക്കെ, അതായത് ജൂൺ 1, 2019 ജൂൺ 30, 2019 ഞാൻ ചിലപ്പോൾ ഗുഡ്സ് വിൽക്കുന്നുണ്ടാവും. ഇപ്പോൾ ജൂൺ 1 മുമ്പ് ഞാൻ കുറേ ഗുഡ്സ് വിറ്റിട്ടുണ്ടാവും, അതിനൊന്നും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, GST കളക്ട് ചെയ്തിട്ടുണ്ടാവില്ല. ജൂൺ 1, ജൂൺ 30 ഇടയിൽ ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് GST എനിക്ക് കളക്ട് ചെയ്യാനായിട്ട് അധികാരമുണ്ട്. പക്ഷേ ജൂൺ 30-ാം തീയതിയാണ് എനിക്ക് എന്ത് കിട്ടുള്ളൂ, GSTIN രജിസ്ട്രേഷൻ നമ്പറും അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും എനിക്ക് കിട്ടുന്നതാണ് ജൂൺ 30-ാം തീയതി മാത്രമാണ് എനിക്ക് കിട്ടുക. സോ ഇതിനിടയിൽ ജൂൺ 1-നും ജൂൺ 30-നും ഇടയിൽ ഞാൻ 10 ആളുകൾക്ക് ഗുഡ്സ് സപ്ലൈ ചെയ്തു എന്ന് കരുതാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് കൊടുത്ത ഇൻവോയ്സിൽ എൻ്റെ GSTIN നമ്പർ എഴുതിയിട്ടുണ്ടാവില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ജൂൺ 1-ാം തീയതി ഞാൻ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ളൂ, ജൂൺ 30-ാം തീയതിയാണ് എനിക്ക് GSTIN നമ്പർ പോലുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് കിട്ടാം. ഓക്കെ, എനിക്ക് ജൂൺ 1-ാം തീയതി എന്ത് മാത്രമേ എനിക്ക് നടന്നിട്ടുള്ളൂ, പ്രൊവിഷണൽ രജിസ്ട്രേഷൻ മാത്രമാണ് എനിക്ക് നടന്നിട്ടുള്ളൂ. ജൂൺ 30-ാം തീയതിയാണ് എനിക്ക് ആക്ച്വൽ രജിസ്ട്രേഷൻ്റെ സർട്ടിഫിക്കറ്റ് പോലുള്ള കാര്യങ്ങളെല്ലാം കിട്ടുന്നത്. സോ ഇതിനിടയിലുള്ള ദിവസം ഞാൻ 10 സപ്ലൈ നടത്തി. ഓക്കെ, 10 സപ്ലൈ നടത്തി കഴിഞ്ഞാൽ അവർക്ക് ഞാൻ എന്ത് കൊടുത്തിട്ടുണ്ടാവും, ചിലപ്പോൾ ഒരു ഇൻവോയ്സ് കൊടുത്തിട്ടുണ്ടാവും. അതൊരു ആക്ച്വൽ ഇൻവോയ്സ് ആയിരിക്കുമോ, ആയിരിക്കില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഇവരിലേക്ക് ഞാൻ ഈ ഡേറ്റിനിടയിൽ ഞാൻ നടത്തിയ 10 സപ്ലൈസ് ഉണ്ടല്ലോ, ആ 10 സപ്ലൈ നടത്തിയ ആളുകളിലേക്ക് ഞാൻ എന്ത് ഇഷ്യൂ ചെയ്യണം, ഇഷ്യൂ എ റിവൈസ്ഡ് ഇൻവോയ്സ് ഞാൻ അയക്കണം. ഓക്കെ, റിവൈസ്ഡ് ഇൻവോയ്സ് ഞാൻ അയക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഏത് പീരീഡിലാണ്, ഈ 1 month പീരീഡിലുള്ള ഈ റിവൈസ്ഡ് ഇൻവോയ്സ് ഞാൻ അയക്കണം. അപ്പോൾ റിവൈസ്ഡ് ഇൻവോയ്സിൻ്റെ പ്രത്യേകത എന്താണ്, ഞാൻ ഈ സമയത്ത് സപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ ടാക്സ് അവരുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ടാവില്ല, കാരണം എനിക്ക് രജിസ്ട്രേഷൻ എനിക്ക് എന്ത് ചെയ്തിട്ടില്ല, കയ്യിലേക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ അവർക്ക് കൊടുത്ത ഡോക്യുമെൻറ്റിലൊന്നും അതായത് സപ്ലൈ ചെയ്ത് കൊടുത്ത ഡോക്യുമെൻറ്റിലൊന്നും ഞാൻ എന്ത് വച്ചിട്ടില്ല, എൻ്റെ GSTIN നമ്പറോ എൻ്റെ ഡീറ്റെയിൽസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വച്ചിട്ടില്ല. സോ ഞാൻ അവരിലേക്ക് എന്ത് ഇഷ്യൂ ചെയ്യും, റിവൈസ്ഡ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യും. അങ്ങനെ റിവൈസ്ഡ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇവരിൽ നിന്ന് എനിക്ക് എന്ത് കളക്ട് ചെയ്യാം, GST കളക്ട് ചെയ്യാനായിട്ടുള്ള അധികാരമുണ്ട്. സോ
ഇതിനെയാണ് റിവൈസ്ഡ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. അതായത് ഇൻ ബിറ്റ്വീൻ രജിസ്ട്രേഷനും അതുപോലെ തന്നെ രജിസ്ട്രേഷൻ കൊടുത്ത ദിവസം അത് രജിസ്ട്രേഷൻ അനുവദിച്ച ദിവസം ആ 1 മന്തിനിടയിൽ നടത്തിയ സപ്ലൈസ് മേലുള്ള GST പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരാൾക്ക് ഗുഡ്സ് സപ്ലൈ ചെയ്തു, ഇൻവോയ്സ് കൊടുത്തിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, വീണ്ടും ഒരു റിവൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻവോയ്സ് നമ്മുടെ പക്ക രജിസ്ട്രേഷൻ നമ്പർ കാണിച്ചിട്ടുള്ള ഒരു ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നു. ആ ഇൻവോയ്സിനെയാണ് എന്ത് വിളിക്കുന്നത്, റിവൈസ്ഡ് ഇൻവോയ്സ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വണ്ണാണ് കൺസോളിഡേറ്റഡ് ഇൻവോയ്സ്. അതായത് രജിസ്ട്രേഡ് ഡീലർ ആയിട്ടുള്ള ഞാൻ ഒരു അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ഡീലറിൻ്റെ അടുത്ത് നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു പ്രൊഡക്റ്റ് മേടിക്കുന്നു. അത് ടാക്സബിൾ ആയിട്ടുള്ള ഗുഡ്സ് ആണ്. സോ അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ മേടിക്കുമ്പോൾ അദ്ദേഹത്തിന് എൻ്റെ അടുത്ത് നിന്ന് ടാക്സ് കളക്ട് ചെയ്യാവോ? പാടില്ല. ഞാൻ അദ്ദേഹത്തിന് ടാക്സ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? അതും പാടില്ല. അദ്ദേഹത്തിന് ടാക്സ് കളക്ട് ചെയ്യാൻ പാടില്ലല്ലോ. സോ ഈ സമയത്ത് ഈ പറയുന്ന അൺരജിസ്റ്റേർഡ് ഡീലർ എന്നിലേക്ക് യാതൊരു തരത്തിലുള്ള ഡോക്യുമെൻറ്റും സെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ പകരം ഞാനാണ് എന്ത് ചെയ്യേണ്ടത്, ഡോക്യുമെൻറ്റ് ഇഷ്യൂ ചെയ്യേണ്ടത്. സോ അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ഡീലറിൻ്റെ അടുത്ത് നിന്ന് ഞാൻ ടാക്സബിൾ ആയിട്ടുള്ള ഗുഡ്സ് മേടിച്ച് കഴിഞ്ഞാൽ ഞാൻ കൊടുക്കുന്ന ഡോക്യുമെൻറ്റിനെയാണ് എന്ത് വിളിക്കുന്നത്, കൺസോളിഡേറ്റഡ് ഇൻവോയ്സ് എന്ന് വിളിക്കുന്നത്. സോ കൺസോളിഡേറ്റഡ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത് എപ്പോഴാണ്, അൺരജിസ്റ്റേർഡ് ഡീലറിൻ്റെ അടുത്തുനിന്ന്. അൺരജിസ്റ്റേർഡ് ഡീലറിൻ്റെ അടുത്തുനിന്ന് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്, രജിസ്ട്രേഡ് ഡീലർ. രജിസ്ട്രേഡ് ഡീലറാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ രജിസ്ട്രേഡ് ഡീലർ ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡോക്യുമെൻറ്റിനെയാണ് എന്ത് വിളിക്കുന്നത്, കൺസോളിഡേറ്റഡ് ഇൻവോയ്സ് എന്ന് വിളിക്കുന്നത്. അത് എപ്പോഴാണ് ഇഷ്യൂ ചെയ്യേണ്ടത്, എല്ലാ മാസത്തിൻ്റെ എൻഡ് മാത്രം ചെയ്താൽ മതി. എൻഡ് ഓഫ് ദ മന്ത്. ഓക്കെ, പക്ഷെ വേറെ കാര്യമുണ്ട്. അതായത് ഗ്രേറ്റർ ദാൻ 5,000 ഇൻ എ ഡേ. അതായത് 5,000 രൂപക്ക് മേളിലുള്ള സപ്ലൈസ്, ഒരു ദിവസം 5,000 രൂപക്ക് മേളിലുള്ള സപ്ലൈസ് ഞാൻ ആ അൺരജിസ്റ്റേർഡ് ഡീലറിൻ്റെ അടുത്ത് നിന്ന് മേടിച്ചാൽ മാത്രം ഞാൻ എന്ത് ചെയ്താൽ മതി, കൺസോളിഡേറ്റഡ് ഇൻവോയ്സ് കൊടുത്താൽ മതി. അപ്പോൾ അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ഡീലറുടെ അടുത്ത് ഞാൻ നിരന്തരം എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ദിവസം ഇങ്ങനെ നിരന്തരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. സോ ഒരു ദിവസം പർച്ചേസ് ചെയ്യുന്നത് 5,000 രൂപക്ക് മേളിലുള്ള പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ആ മാസം ഒരുമിച്ച് എന്ത് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം, കൺസോളിഡേറ്റഡ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അങ്ങനെ കൺസോളിഡേറ്റഡ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്താൽ മാത്രമാണ് എനിക്ക് എന്ത് കിട്ടുള്ളൂ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ രജിസ്റ്റേർഡ് ഡീലർ അൺരജിസ്റ്റേർഡ് ഡീലറിൻ്റെ അടുത്ത് നിന്ന് പ്രൊഡക്റ്റ് മേടിച്ച് കഴിഞ്ഞാൽ രജിസ്റ്റേർഡ് ഡീലർ നേരിട്ട് ഗവൺമെൻറ്റിലേക്ക് എന്ത് ചെയ്തോളാം, ടാക്സ് അടച്ചോളാം. ഓക്കെ, അൺരജിസ്റ്റേർഡ് ഡീലറിലേക്ക് ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല, ഞാൻ നേരിട്ടാണ് അടയ്ക്കേണ്ടത്. സോ ഞാൻ നേരിട്ട് അടച്ച് ഗവൺമെൻറ്റിലേക്ക് അടച്ച ടാക്സ് എനിക്ക് ഇൻപുട്ട് ടാക്സ് റിട്ടേൺ ITC ക്രെഡിറ്റ്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽ ചെയ്യണം എന്നുണ്ട് എങ്കിൽ ഞാൻ എന്ത് കൊടുക്കണം, എൻ്റെ കയ്യിൽ ഒരു ഡോക്യുമെൻ്റ് വേണം. എന്ത് ഡോക്യുമെൻ്റാണ്, കൺസോളിഡേറ്റഡ് ഇൻവോയ്സ് എൻ്റെ കയ്യിൽ നിർബന്ധമാണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കാണ് ഇൻവോയ്സ് ഇൻ ദ കേസ് ഓഫ് എക്സ്പോർട്ട്. എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇൻവോയ്സ് കീപ്പ് ചെയ്യേണ്ടത് എങ്ങനെയാണ്. ഇൻവോയ്സിൽ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും കാണിക്കേണ്ട കാര്യമാണ് സപ്ലൈ മെന്റ് ഫോർ എക്സ്പോർട്ട് ഓൺ പേയ്മെൻറ്റ് ഓഫ് IGST. അതായത് IGST പേ ചെയ്തതിന് ശേഷമാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് എന്ന് കാണിക്കണം. യഥാർത്ഥത്തിൽ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, IGST വരില്ല. ഇമ്പോർട്ടിന് മാത്രമാണ് IGST വരിക. പക്ഷേ എന്നാലും എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ IGSTയുടെ ഒരു എമൗണ്ട്, നിശ്ചിത എമൗണ്ട് ബോണ്ടായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ അടയ്ക്കണം. അടച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്കത് എന്തായിട്ട് കിട്ടും, എക്സ്പോർട്ട് ആണ് ചെയ്തത് എന്നുള്ളത് തെളിവ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്കത് റീഫണ്ട് ചെയ്ത് കിട്ടും. അതായത് പല ആളുകളും എക്സ്പോർട്ട് പർപ്പസിനാണെന്ന് പറഞ്ഞിട്ട് തട്ടിപ്പ് കാണിക്കാൻ ചാൻസ് ഉണ്ട്, IGST വെട്ടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, IGST ആദ്യം പേ ചെയ്തിട്ട് പിന്നീട് റീഫണ്ട് ചെയ്ത് കൊടുക്കുന്നത്. സോ ആ ഇൻവോയ്സിൽ കാണിക്കേണ്ടതാണ് സപ്ലൈ മെന്റ് ഫോർ എക്സ്പോർട്ട് ഓൺ പേയ്മെൻറ്റ് ഓഫ് IGST പേ ചെയ്തു. അതല്ല എങ്കിൽ സപ്ലൈ മെന്റ് ഫോർ എക്സ്പോർട്ട് അണ്ടർ ബോണ്ട് ഓർ ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് വിത്തൗട്ട് പേയ്മെൻറ്റ് ഓഫ് IGSTക്ക് പകരം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു നിശ്ചിത ബോണ്ട് നമ്മൾ കെട്ടിവച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ബോണ്ട് കെട്ടിവെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എക്സ്പോർട്ടാണ് ചെയ്തതെന്നുള്ള എല്ലാ ഡോക്യുമെൻ്റ് എല്ലാം എവിഡൻസ് എല്ലാം കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പൈസ എന്ത് ചെയ്ത് കിട്ടും, ബോണ്ട് നമുക്ക് റീഫണ്ട് ചെയ്ത് കിട്ടും. ഓക്കെ, ഇനി എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ഇൻവോയ്സിൽ കാണിക്കേണ്ട മറ്റുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, റെസിപ്പിയൻറ്റിൻ്റെ ലൊക്കേഷൻ കാണിക്കേണ്ടതായിട്ടുണ്ട്. സോ നെയിം ആൻഡ് അഡ്രസ്. ഓക്കെ, ഇതെല്ലാത്തിലുള്ള പോലെ തന്നെയാണ് നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ റെസിപ്പിയൻറ്റ് നെയിം ആൻഡ് അഡ്രസ്. അതുപോലെ തന്നെ റെസിപ്പിയൻറ്റ് ഡെലിവറി പറയുന്ന സ്ഥലം ചിലപ്പോൾ വേറെ ഏതെങ്കിലും രാജ്യമായിരിക്കും. സോ ആ ഡെലിവറി അഡ്രസ്സ് കൂടി നമ്മൾ എന്ത് ചെയ്യണം, അതിൽ കാണിച്ചിരിക്കണം. ദെൻ നെക്സ്റ്റ് വൺ ആണ് കൺട്രി നെയിം. ഓക്കെ, ഏത് രാജ്യത്തേക്കാണ്
നമ്മൾ ആ ഗുഡ്സ് എത്തിക്കുന്നത്, ആ ഡെസ്റ്റിനേഷൻ ഏതാണ് എന്നുള്ള 3 കാര്യങ്ങൾ കൂടി നമ്മൾ ഈ പറയുന്ന എക്സ്പോർട്ടിൻ്റെ കേസിലുള്ള ഇൻവോയ്സിൽ നിർബന്ധമായിട്ടും കാണിച്ചിരിക്കണം. നെക്സ്റ്റ് കേസാണ് ഇൻവോയ്സ് നോട്ട് റിക്വേർഡ്. ഇൻവോയ്സ് ആവശ്യമില്ലാത്ത കേസ് എപ്പോഴൊക്കെയാണ് നമുക്ക് നോക്കാം. അതായത് 200 രൂപയിൽ താഴെയുള്ള ഒരു സപ്ലൈസ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ലെസ് ദാൻ 200 റുപ്പീസ് ഉള്ള സപ്ലൈസ് ആണെന്നുണ്ടെങ്കിൽ ഇൻവോയ്സ് നിർബന്ധമില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് കേസാണ് റെസിപ്പിയൻറ്റ് ഡസ് നോട്ട് റിക്വയർ. അതായത് റെസിപ്പിയൻറ്റ് പറയാണ് എനിക്ക് എന്ത് വേണ്ട, ഇൻവോയ്സ് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യേണ്ട, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഒരു രജിസ്ട്രേഡ് ഡീലർ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ഇഷ്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട്, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ലെസ് ദാൻ 200 വന്നു കഴിഞ്ഞാൽ ഇൻവോയ്സ് നിർബന്ധമല്ല. അതുപോലെ തന്നെ റെസിപ്പിയൻറ്റ് ആവശ്യപ്പെടുന്നില്ല, ഇൻവോയ്സ് ആവശ്യപ്പെടുന്നില്ല എങ്കിലും സപ്ലയർ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട കാര്യമില്ല. നെക്സ്റ്റ് വൺ ആണ് ബിൽ ഓഫ് സപ്ലൈ. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇൻവോയ്സ് തന്നെയായിരുന്നു. ടാക്സ് ഇൻവോയ്സ് തന്നെ പലതരത്തിലുള്ള ടാക്സ് ഇൻവോയ്സ് ആയിരുന്നു നമ്മൾ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് ഒരു ടൈപ്പ് ഓഫ് ഇൻവോയ്സ് ആണ് ബിൽ ഓഫ് സപ്ലൈ എന്നാണ് അതിനെ പറയുന്നത്. ഓക്കെ, ഒരു രജിസ്ട്രേഡ് ഡീലർ എക്സംപ്റ്റഡ് ഗുഡ്സ് ആണ് വിൽക്കുന്നതെങ്കിൽ, അതുപോലെ തന്നെ ടാക്സബിൾ അല്ലാത്ത ഗുഡ്സ് ആണ് വിൽക്കുന്നതെങ്കിൽ അവിടെ ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെൻ്റാണ് എന്ത് വിളിക്കുന്നത്, ബിൽ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. അതായത് എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഗുഡ്സ് ആണ് ഞാൻ വിൽക്കുന്നതെങ്കിൽ എനിക്ക് എന്ത് കളക്ട് ചെയ്യാൻ പറ്റില്ല, ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ ടാക്സ് ഇൻവോയ്സ് അല്ല ഇഷ്യൂ ചെയ്യേണ്ടത്, ഞാൻ ഇഷ്യൂ ചെയ്യേണ്ട ഇൻവോയ്സ് ഏതാണ്, ബിൽ ഓഫ് സപ്ലൈ ആണ്. സോ എക്സംപ്റ്റഡ് ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ, എക്സംപ്റ്റഡ് ഗുഡ്സോ അതല്ല എങ്കിൽ സർവീസോ, എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഗുഡ്സോ സർവീസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ഇഷ്യൂ ചെയ്യും, ബിൽ ഓഫ് സപ്ലൈ ആയിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാനൊരു രജിസ്ട്രേഡ് ഡീലറാണ്, പക്ഷേ കോമ്പോസിഷൻ സ്കീമിലുള്ള ഡീലർ ആണെന്നുണ്ടെങ്കിലും, ഓക്കെ, കോമ്പോസിഷൻ സ്കീമിലുള്ള ഡീലറാണ്, അതായത് കോമ്പോസിറ്റ് ലെവി സ്കീമിലുള്ള ഡീലർ ആണെന്നുണ്ടെങ്കിലും ഞാൻ ഇഷ്യൂ ചെയ്യേണ്ട ഡോക്യുമെൻ്റ് ഏതാണ്, ബിൽ ഓഫ് സപ്ലൈ. കോമ്പോസിഷൻ സ്കീമിലുള്ള ആൾക്ക് എന്ത് കളക്ട് ചെയ്യാൻ പറ്റില്ല, ടാക്സബിൾ ഗുഡ്സ് വിറ്റ് കഴിഞ്ഞാലും ടാക്സ് കളക്ട് ചെയ്യാനുള്ള അധികാരമില്ല. കാരണം എന്തുകൊണ്ടാണ്, അവർ കോമ്പോസിഷൻ സ്കീമിലുള്ളതാണ്, അവർക്ക് ചില ഇളവുകളുണ്ട്. അവർക്കുള്ള പ്രത്യേകത എന്താണ്, ഔട്ട്പുട്ട് ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റില്ല, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ചെയ്യാനും പറ്റില്ല. ഓക്കെ, അപ്പോൾ കോമ്പോസിറ്റ് ഡീലർക്ക് ഔട്ട്പുട്ട് ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റില്ലാത്തത് കൊണ്ട് അവർ ടാക്സബിൾ ആയിട്ടുള്ള ഗുഡ്സ് വിറ്റ് കഴിഞ്ഞാലും അവിടെ എന്ത് ഇഷ്യൂ ചെയ്യാൻ പാടില്ല, ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അവരെന്തേ ഇഷ്യൂ ചെയ്യാവുള്ളൂ, ബിൽ ഓഫ് സപ്ലൈ മാത്രമാണ് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് അടുത്തത് ബിൽ ഓഫ് സപ്ലൈയിൽ കാണിക്കേണ്ട, മാൻഡേറ്ററി ആയിട്ട് കാണിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. നോർമലി ഇൻവോയ്സിൽ കാണിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് ഏതിലും കാണിക്കേണ്ടത്, ഈ പറയുന്ന ബിൽ ഓഫ് സപ്ലൈയിലും കാണിക്കേണ്ടത്. ഏതൊഴികെ ടാക്സും അതുപോലെ തന്നെ GST അങ്ങനെയുള്ള GST, CGST, SGST അങ്ങനെയുള്ള കാര്യങ്ങൾ, ടാക്സ് ഒഴികെയുള്ള ബാക്കിയുള്ള നോർമൽ കാര്യങ്ങളെല്ലാം ടാക്സ് ഇൻവോയ്സിൽ കാണിക്കുന്നത് പോലുള്ള കാര്യങ്ങളെല്ലാം ബിൽ ഓഫ് സപ്ലൈയിൽ കാണിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നെയിം ഓഫ് സപ്ലയർ, സപ്ലയറിൻ്റെ പേര്, അതുപോലെ തന്നെ റെസിപ്പിയൻറ്റിൻ്റെ പേര്, അഡ്രസ്സ് പോലുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ പ്രധാനമായിട്ടും വരുന്ന ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സീരിയൽ നമ്പറാണ്. 16 ക്യാരക്ടറുള്ള ഒരു സീരിയൽ നമ്പർ അതിൽ കാണിച്ചിരിക്കണം. ആ 16 ക്യാരക്ടർ എന്ന് പറയുന്നത് പലതരത്തിലുള്ള സിംബൽസോ അങ്ങനെയുള്ള കാര്യങ്ങൾ, ന്യൂമറിക്കൽസോ അല്ലെങ്കിൽ സിംബൽസോ അങ്ങനെയുള്ള എന്തെങ്കിലും വേണമെങ്കിലും ആവാം. അതുപോലെ തന്നെ ഡേറ്റ്, അതുപോലെ തന്നെ HSN കോഡ് അല്ലെങ്കിൽ SAC കോഡ്, ഡെസ്ക്രിപ്ഷൻ ഓഫ് ഗുഡ്സ്, ഗുഡ്സിൻ്റെ ഡെസ്ക്രിപ്ഷൻ, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് സപ്ലൈ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഏതിൽ കാണിച്ചിരിക്കണം, ബിൽ ഓഫ് സപ്ലൈയിൽ കാണിച്ചിരിക്കണം. നെക്സ്റ്റ് വൺ ആണ് സപ്ലിമെൻ്ററി ഇൻവോയ്സസ്, അതായത് ക്രെഡിറ്റ് നോട്ട് ആൻഡ് ഡെബിറ്റ് നോട്ട്. എപ്പോഴാണ് ക്രെഡിറ്റ് നോട്ടും ഡെബിറ്റ് നോട്ടും ഇഷ്യൂ ചെയ്യുന്നതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കാം, ക്രെഡിറ്റ് നോട്ട്. ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നത് എക്സസ് ആയിട്ടുള്ള ഒരു എമൗണ്ട് നമ്മൾ, ഇപ്പോൾ ഞാനൊരു ഡീലറാണ്, ഞാൻ എൻ്റെ കസ്റ്റമറിൽ നിന്ന്, റെസിപ്പിയൻറ്റിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, എക്സസ് ആയിട്ട് എമൗണ്ടോ അല്ലെങ്കിൽ ടാക്സോ മേടിക്കുകയാണെങ്കിൽ ഞാൻ ഇഷ്യൂ ചെയ്യുന്നൊരു ഡോക്യുമെൻ്റാണ്. ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്, ഞാനാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഞാൻ ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെൻ്റാണ് എന്ന് വിളിക്കുന്നത് ക്രെഡിറ്റ് നോട്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതായത് എക്സസ് ആയിട്ട് ഞാൻ ടാക്സ് കളക്ട് ചെയ്യുക, അതുപോലെ തന്നെ എക്സസ് വാല്യൂ ഞാൻ ഈടാക്കുക, അതുപോലെ തന്നെ സെയിൽസ് റിട്ടേൺ. ഓക്കെ, അതല്ലെങ്കിൽ ഗുഡ്സ് എന്താണ്, ഡെഫിഷ്യൻ്റ് ആണ്. ഓക്കെ, ഡെഫിഷ്യൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് സെയിൽസ് റിട്ടേൺ ഉണ്ടാവില്ല, ഗുഡ്സ് നശിച്ചു പോയി. അപ്പോൾ നശിച്ചു പോകുമ്പോഴത്തേക്കും എനിക്ക് അത് ചാർജ് ചെയ്യാനായിട്ട് പറ്റും, അവർക്ക് അത് തിരിച്ചും കൂടെ കൊണ്ടുവന്ന് വരാൻ പറ്റും, ചിലപ്പോൾ അത് കൊണ്ടുവന്ന് വരാൻ പറ്റുന്നതായിരിക്കില്ല. അപ്പോൾ സെയിൽസ് റിട്ടേൺ ചിലപ്പോൾ ഉണ്ടാവണം എന്നില്ല, പക്ഷേ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും, ആ എമൗണ്ട് അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. സോ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ എന്താണ് എക്സസ് ടാക്സ് എന്നുള്ളത് നോക്കാം. അതായത് 18% ടാക്സ് ചാർജ് ചെയ്തു, ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് 12%. 12% ടാക്സ് ചാർജ് ചെയ്യേണ്ട സ്ഥാനത്ത് ഞാൻ എത്ര ശതമാനം ടാക്സ് ചാർജ് ചെയ്തു, 18% ടാക്സ് ചാർജ് ചെയ്തു. അപ്പോൾ കൂടുതൽ ടാക്സ് ആണ് ചാർജ് ചെയ്തത്. അതുപോലെ തന്നെ നെക്സ്റ്റ് സിറ്റുവേഷൻ ആണ്, അതായത് ഒരു 50,000 രൂപ കാണിക്കേണ്ട സ്ഥലത്ത്
ഓക്കെ, 50,000 രൂപയുടെ സെയിൽസ് ആണ് ഞാൻ നടത്തിയത്. പക്ഷേ ഞാൻ അവിടെ എന്ത് കാണിച്ചു? 60,000 രൂപ എന്ന് കാണിച്ചു, തെറ്റായിട്ട് കാണിച്ചു. അപ്പോൾ ഞാൻ 10,000 രൂപ എന്ത് ചെയ്തു? കൂടുതൽ അവരോട് മേടിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ നമുക്ക് നോക്കാം സെയിൽസ് റിട്ടേൺ. ഓക്കെ, ഞാൻ ആക്ച്വലി എത്ര രൂപയുടെ സെയിൽസ് ആണ് നടത്തിയത്? 50,000-ൻ്റെ സെയിൽസ് നടത്തി. സോ 50,000 സെയിൽസ് നടത്തി കഴിഞ്ഞാൽ അവരൊരു 3,000 റുപ്പീസിൻ്റെ ഐറ്റം എനിക്ക് ഇങ്ങോട്ട് സെയിൽസ് റിട്ടേൺ ആയിട്ട് ഇങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ, ഓക്കെ, എന്നെ സംബന്ധിച്ച് സെയിൽസ് റിട്ടേൺ ആണല്ലോ, ഞാൻ മറ്റൊരാൾക്ക് ഗുഡ്സ് വിറ്റു, 3,000 രൂപയുടെ സെയിൽസ് റിട്ടേൺ വന്നു കഴിഞ്ഞാൽ ഞാൻ അത് എന്ത് വേണം? ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് അവരുടെ അക്കൗണ്ടിൽ ഞാൻ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് ഫസ്റ്റ് വൺ എക്സസ് ടാക്സ് കളക്ട് ചെയ്യുമ്പോൾ, അതായത് 12% ടാക്സ് കളക്ട് ചെയ്യേണ്ട സ്ഥാനത്ത് 18% ടാക്സ് കളക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഇപ്പോൾ ഞാനൊരു സപ്ലയറാണ്, ഞാൻ റാം എന്ന് പറയുന്ന വ്യക്തിക്ക് ഞാനൊരു ഗുഡ്സ് വിറ്റു. സോ ഞാൻ ആ ഗുഡ്സ് വിൽക്കുന്ന സമയത്ത് ഞാൻ എഴുതുന്ന ജേണൽ എൻട്രി എന്തായിരിക്കും? റാമിനാണ് ഗുഡ്സ് വിൽക്കുന്നതെങ്കിൽ റാം അക്കൗണ്ട് ഡെറ്റർ, ഓക്കെ, റാം പൈസ തന്നിട്ടില്ല എന്ന് അസ്യൂം ചെയ്യുക, റാം അക്കൗണ്ട് ഡെറ്റർ ടു ഔട്ട്പുട്ട് ടാക്സ് എത്രയാണ് കാണിക്കുന്നത്? 18% ടു സെയിൽസ് എന്ന് കാണിക്കും. ദാറ്റ് ഈസ് എത്ര രൂപയുടെ ഗുഡ്സ് വിൽക്കുന്നത്? 50,000-ൻ്റെ ഗുഡ്സാണ് വിൽക്കുന്നതെന്ന് അസ്യൂം ചെയ്യുക. സോ റാം അക്കൗണ്ടിലേക്ക് വിൽക്കുന്നത് 50,000-ൻ്റെ ഗുഡ്സാണ്, ടു സെയിൽസ് 50,000 ആണ്. 50,000 മേലെ 18% ഞാൻ ടാക്സ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 9,000 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റാമിൻ്റെ അക്കൗണ്ട് ഞാൻ ഡെബിറ്റ് ചെയ്തേക്കണ എത്രയായിരിക്കും? 59,000. അതായത് റാം എനിക്ക് 59,000 രൂപ തരാനുണ്ടെന്നായിരിക്കും എൻ്റെ പുസ്തകത്തിൽ ഞാൻ എഴുതി വെച്ചിരിക്കുക, അക്കൗണ്ടിൽ ഞാൻ എഴുതി വെച്ചിരിക്കുക. അപ്പോൾ 9,000 റുപ്പീസ് ഞാൻ തെറ്റായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ശരിക്കും യഥാർത്ഥത്തിൽ റാമിൻ്റെ അടുത്ത് നിന്ന് 18% GST കളക്ട് ചെയ്യാമോ? ഒരിക്കലും പാടില്ല. ഞാൻ റാമിൻ്റെ അടുത്ത് നിന്ന് എത്രയേ കളക്ട് ചെയ്യാവുള്ളൂ? 12% കളക്ട് ചെയ്യാവുള്ളൂ. അതായത് എക്സസ് ടാക്സ് കളക്ട് ചെയ്തു. സോ റാമിന് ഞാൻ എത്ര വെച്ചാണ് ഡെബിറ്റ് ചെയ്തിരിക്കുന്നത്? 59,000 വെച്ചിട്ടാണ് ഡെബിറ്റ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് 12% GST വരുമ്പോഴത്തേക്കും, ദാറ്റ് ഈസ് 50,000 ഇൻറ്റു 12% എന്ന് പറയുമ്പോഴത്തേക്കും 6,000 രൂപ മാത്രമാണ് GST വരിക. ഞാനിവിടെ എത്ര രൂപ GST പിടിച്ചിട്ടുണ്ട് റാമിൻ്റെ കയ്യിൽ നിന്ന്? 9,000 റുപ്പീസ് GST പിടിച്ചിട്ടുണ്ട്. സോ ഒരു 3,000 റുപ്പീസ്, 3,000 രൂപ ഞാൻ എക്സസ് ആയിട്ട് GST പിടിച്ചിട്ടുണ്ട് എങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് നോട്ട് അയക്കണം. ആർക്ക്? ആ റാമിന് ഞാൻ ക്രെഡിറ്റ് നോട്ട് അയക്കണം. എന്ത് പറഞ്ഞുകൊണ്ടാണ്? താങ്കളുടെ അക്കൗണ്ട് ഞാൻ 59,000 ഡെബിറ്റ് ചെയ്ത് വച്ചിരിക്കുകയാണ്, അത് ഞാൻ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യുന്നു. എത്ര രൂപ ക്രെഡിറ്റ് ചെയ്യുന്നു? 3,000 റുപ്പീസ് ക്രെഡിറ്റ് ചെയ്യുന്നു, അതായത് കുറയ്ക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്രെഡിറ്റ് നോട്ട് നമ്മൾ എന്ത് ചെയ്യും? അയച്ചു കൊടുക്കും. ഇത് നിങ്ങൾ അക്കൗണ്ട്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. സോ ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? ക്രെഡിറ്റ് നോട്ട് എന്ന് വിളിക്കുന്നത്. സോ ഞാൻ അങ്ങനെ ക്രെഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ അക്കൗണ്ട് എത്രയായിട്ട് മാറും? 59,000 എന്നുള്ളത് എത്രയായിട്ട് മാറും? 3,000 കുറച്ചിട്ട് 56,000 ആയിട്ട് മാറും. റാമിന് എനിക്ക് എത്ര രൂപ തന്നാൽ മതി? 56,000 തന്നാൽ മതി. ഓക്കെ, എത്ര രൂപ GST തന്നാൽ മതി? 9,000 എന്നുള്ളത് എത്രയായിട്ട് മാറും? 6,000 ആവും. ഇവിടെ എത്രയായിട്ട് മാറും? 12% ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? എക്സസ് ടാക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എക്സസ് ടാക്സ് വന്നു കഴിഞ്ഞാൽ എന്ത് ഇഷ്യൂ ചെയ്യും? ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യും. ഇനി അടുത്തത് എക്സസ് വാല്യൂ. എക്സസ് വാല്യൂ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് കാൽക്കുലേഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. നെക്സ്റ്റ് വൺ ആണ് 60,000. അതായത് 50,000 കാണിക്കേണ്ട സ്ഥാനത്ത് ഞാൻ എന്ത് ചെയ്തു? 60,000 എന്ത് ചെയ്തു? കാണിച്ചു. അതായത് 50,000 രൂപ മേടിക്കേണ്ടതിൻ്റെ പകരം 60,000 രൂപ ഞാൻ എക്സസ് ആയിട്ട് അതിൻ്റെ വാല്യൂ ഞാൻ കാണിച്ചു, വാല്യൂ കൂടുതലായിട്ട് കാണിച്ചു. അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരും നമുക്ക് നോക്കാം. അതായത് റാമിന് തന്നെയാണ് ഞാൻ സെയിൽ എടുത്തത്. റാം അക്കൗണ്ട് ഡെറ്റർ ടു ഔട്ട്പുട്ട് ടാക്സ് ടു സെയിൽസ്. ഓക്കെ, ഞാൻ സെയിൽസ് എടുത്തത് എത്രയാണ്? 60,000 എന്നാണ് കാണിച്ചിരിക്കുന്നത്. സോ 60,000 മേലെ 12% GST വരുമ്പോഴത്തേക്കും 7,200 രൂപ വരും. ഓക്കെ, ഇപ്പോൾ 7,200 വന്നു. സോ 67,200 എന്നാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്താണ് തെറ്റായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതായത് റാമിൻ്റെ അക്കൗണ്ട് ഡെബിറ്റ് 67,200 കാണിച്ചിട്ടുണ്ട്. ശരിക്കും എനിക്ക് 67,200 കാണിക്കാവോ? ഇല്ല, കാരണം ഞാനിവിടെ 10,000 രൂപ എക്സസ് ഇവിടെ ചാർജ് ചെയ്തിട്ടുണ്ട്. സോ യഥാർത്ഥത്തിൽ ഞാൻ എത്രയാണ് കാണിക്കേണ്ടത്? അതായത് 50,000 ആണ് ചാർജ് ചെയ്യേണ്ടത്. സോ 50,000 മേലെ 50,000 ഇൻറ്റു 12% GST എന്ന് വരുമ്പോഴത്തേക്കും എത്ര വരും? 50,000 12% GST വരുമ്പോഴത്തേക്കും 6,000 വരും. ഓക്കെ, ദാറ്റ് ഈസ് 56,000 ആണ് ഞാൻ യഥാർത്ഥത്തിൽ ഇവിടെ കാണിക്കേണ്ടത്. അതായത് ഞാൻ യഥാർത്ഥത്തിൽ എഴുതേണ്ടത് റാം അക്കൗണ്ട് ഡെറ്റർ 56,000 ടു ഔട്ട്പുട്ട് ടാക്സ് 12% 6,000 ടു സെയിൽസ് 50,000. ഇങ്ങനെയാണ് ഞാൻ കാണിക്കേണ്ടത്. അപ്പോൾ
യഥാർത്ഥത്തിൽ ഇയാളുടെ അടുത്ത് നിന്ന് രാമിൻ്റെ അടുത്ത് ഞാൻ എത്ര രൂപ മേടിച്ചു? 67,200 മേടിക്കാനായിട്ട് പോകുന്നു. ഓക്കെ, പക്ഷേ റാമിൻ്റെ അക്കൗണ്ട് 67,200 ഞാൻ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്ത് കൊടുക്കണം? അത് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കണം. എത്ര രൂപയാണ് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്? യഥാർത്ഥത്തിൽ 56,000 എഴുതേണ്ട സ്ഥാനമായിരുന്നു. സോ 67,200 മൈനസ് 56,000 ഈസ് ഈക്വൽ ടു എത്ര വരും നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 11,200. അതായത് 11,200 രൂപ ഞാൻ കൂടുതലായിട്ട് റാമിൻ്റെ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തു. സോ ഞാൻ 11,200 രൂപയുടെ ഒരു ക്രെഡിറ്റ് നോട്ട് ആർക്ക് ഇഷ്യൂ ചെയ്യണം? റാമിന് ഇഷ്യൂ ചെയ്യണം. റാമിൻ്റെ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തുകൊണ്ട് ഒരു ക്രെഡിറ്റ് നോട്ട് ഞാൻ ഇഷ്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഇതിനെ നമുക്ക് എന്ത് വിളിക്കും? ഈ സമയത്തും നമുക്ക് എന്ത് ഇഷ്യൂ ചെയ്യും? ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യും. ആരാണ് ഇഷ്യൂ ചെയ്യുന്ന? ആരാണ്? രജിസ്റ്റേർഡ് ഡീലറാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, സപ്ലയർ ആണ് ഇഷ്യൂ ചെയ്യുന്നത്. സെയിം സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെയും വരുന്നത്. അതായത് സെയിൽസ് റിട്ടേണിൻ്റെ കേസ് പറഞ്ഞത്. ഓക്കെ, സെയിൽസ് റിട്ടേൺ. ഓക്കെ, സെയിൽസ് റിട്ടേണിൻ്റെ കേസിന് സിമിലർ തന്നെയാണ്. റിട്ടേൺ വരുമ്പോഴത്തേക്കും 3000 റിട്ടേൺ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ റാമിൻ്റെ അക്കൗണ്ട് എന്ത് ചെയ്ത് കൊടുക്കും? 3000 രൂപയുടെ ഒരു ക്രെഡിറ്റ് നോട്ട് റാമിന് കൊടുക്കും. ഓക്കെ, റാമിൻ്റെ അക്കൗണ്ടിൽ 3000 കുറച്ച് കാണിക്കുകയും ചെയ്യും. സോ ഇതിനെയാണ് ക്രെഡിറ്റ് നോട്ട് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തതാണ് ഡെബിറ്റ് നോട്ട്. എന്താണ് ഡെബിറ്റ് നോട്ട്? അതായത് ഞാൻ ടാക്സ് ഇവിടെ ചാർജ് ചെയ്തത് എന്താണ്? എക്സസ് ആണ്. ഓക്കെ, ഇവിടെ ടാക്സ് അല്ലെങ്കിൽ വാല്യൂ ഞാൻ ചാർജ് ചെയ്തത് ലെസ് ആണെന്നുണ്ടെങ്കിൽ, അതായത് 60,000 കാണിക്കേണ്ട സ്ഥാനത്ത്, ഓക്കെ, 60,000 രൂപ കാണിക്കേണ്ട സ്ഥാനത്ത് ഞാൻ എന്ത് കാണിച്ചു? 50,000 കാണിച്ചു. ഓക്കെ, ആക്ച്വലി എത്രയാണ് കാണിക്കേണ്ടത്? 60,000 ആയിരുന്നു കാണിക്കേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് കാണിച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അതല്ലെങ്കിൽ ടാക്സ് 12% ടാക്സ് ഞാൻ ചാർജ് ചെയ്തോളൂ. യഥാർത്ഥത്തിൽ എത്ര ടാക്സ് ചാർജ് ചെയ്യണം? 18% ടാക്സ് ചാർജ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 12 ചാർജ് ചെയ്തിട്ടുള്ളൂ, 18 ആക്ച്വലി ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ റാമിൻ്റെ അക്കൗണ്ട് ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? ഡെബിറ്റ് ചെയ്യേണ്ടി വരും. സോ ഡെബിറ്റ് നോട്ടാണ് ഇഷ്യൂ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് ആരാണ് ക്രെഡിറ്റ് നോട്ടും ഡെബിറ്റ് നോട്ടും ഇഷ്യൂ ചെയ്യുന്നത്? ആര് തന്നെയാണ്? ഈ പറയുന്ന സപ്ലയർ തന്നെയാണ് ക്രെഡിറ്റ് നോട്ടും ഡെബിറ്റ് നോട്ടും ഇഷ്യൂ ചെയ്യുന്നത്. നാലാമത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ് വൗച്ചർ എന്ന് പറയുന്നത്. വൗച്ചർ തന്നെ 3 തരത്തിലുണ്ട്: റെസിപ്റ്റ് വൗച്ചർ, പേയ്മെൻറ്റ് വൗച്ചർ, റീഫണ്ട് വൗച്ചർ. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം എന്താണ് റെസിപ്റ്റ് വൗച്ചർ എന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ റെസിപ്റ്റ് വൗച്ചർ. ഓക്കെ, ആരാണ് റെസിപ്റ്റ് വൗച്ചർ ഇഷ്യൂ ചെയ്യുന്നത്? രജിസ്ട്രേഡ് പേഴ്സൺ ആണ്. രജിസ്ട്രേഡ് പേഴ്സൺ ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, ആരിലേക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്? സപ്ലയറിലേക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഏത് സിറ്റുവേഷനിലാണ്? അഡ്വാൻസ് മേടിച്ച് കഴിയുമ്പോൾ. ഓക്കെ, അപ്പോൾ ഞാനൊരു ഗുഡ്സ് വിൽക്കുന്ന വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിൻ്റെ അടുത്തുനിന്ന് പ്രൊഡക്റ്റ് മേടിക്കുകയാണെങ്കിൽ, ഞാൻ രജിസ്ട്രേഡ് ഡീലർ ആണെന്നുണ്ടെങ്കിൽ ഒരു 1,00,000 രൂപയുടെ പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് വിൽക്കുന്നത്. ഞാനൊരു 40,000 രൂപ അഡ്വാൻസ് നിങ്ങളുടെ അടുത്ത് നിന്ന് മേടിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെൻറ്റിനെ എന്താ വിളിക്കുക? റെസിപ്റ്റ് വൗച്ചർ എന്ന് വിളിക്കും. ഓക്കെ, ഇനി അടുത്ത സർവീസിൻ്റെ കേസിലാണെങ്കിൽ ഇതേപോലെ തന്നെ ഇഷ്യൂ ചെയ്യും. ഓക്കെ, അതായത് ഞാനൊരു രജിസ്ട്രേഡ് പേഴ്സൺ ആണ്. നിങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് ഒരു 1,00,000 രൂപയുടെ സർവീസ് മേടിക്കുകയാണ്. ഓക്കെ, ഒരു സർവീസ് എൻ്റെ അടുത്ത് നിന്ന് ഒക്കേറുകയാണ്. അപ്പോൾ സർവീസ് വേണ്ടത് ഒരു 6 മാസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 5 മാസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് സർവീസ് വേണ്ടത്. സോ ആ സർവീസിന് മുമ്പേ തന്നെ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടാണ് ഒരു 40,000 രൂപ അഡ്വാൻസ് തരാനായിട്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ 40,000 രൂപ നിങ്ങൾ എനിക്ക് തരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്ത് നൽകും? ഒരു റെസിപ്റ്റ് വൗച്ചർ നൽകും. ഓക്കെ, അത് നിർബന്ധമായിട്ട് നൽകണം. ഓക്കെ, അപ്പോൾ ഗുഡ്സ് വിൽക്കുന്ന വ്യക്തിയും അതുപോലെ തന്നെ സർവീസ് ഇഷ്യൂ ചെയ്യുന്ന വ്യക്തിയും നിർബന്ധമായിട്ടും അഡ്വാൻസ് തുകക്ക് കൊടുക്കേണ്ട ഡോക്യുമെൻ്റ് ആണെന്ത്? റെസിപ്റ്റ് വൗച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ആ സമയത്ത് ഇൻവോയ്സ് എനിക്ക് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതായത് ഞാനിപ്പോൾ നിങ്ങൾക്ക് നൽകുന്ന ഒരു സർവീസ് ആണെന്നുണ്ടെങ്കിൽ സർവീസ് നൽകിക്കഴിഞ്ഞ് 30 ദിവസത്തിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എനിക്ക് തന്ന 40,000 രൂപ അഡ്വാൻസ് മേൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? റെസിപ്റ്റ് വൗച്ചറാണ് നിങ്ങൾക്ക് നൽകേണ്ടത്. പക്ഷേ സർവീസിൻ്റെ കേസിൽ വേറൊരു കേസും കൂടിയുണ്ട്. അതായത് ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് 40,000 രൂപ അഡ്വാൻസ് മേടിച്ച് കഴിഞ്ഞാൽ ആ 40,000 രൂപ ഇൻക്ലൂഡിങ് GST ആയിരിക്കും. GST ഇൻക്ലൂഡിങ് ആയിരിക്കും. ഓക്കെ, അതായത് ഞാൻ നിങ്ങളുടെ അടുത്ത് മേടിക്കുന്ന അഡ്വാൻസ് 40,000 രൂപ ഇൻക്ലൂഡിങ് GST ആയിരിക്കും. സോ റെസിപ്റ്റ് വൗച്ചർ നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്ത് കഴിയുമ്പോൾ ആ അഡ്വാൻസ് 40,000 രൂപയിൽ വരുന്ന GST ഞാൻ എങ്ങോട്ടേക്ക് അടച്ചോളണം? ഗവൺമെൻറ്റിലേക്ക് അടച്ചോളണം. ഓക്കെ, ഇത് ആര് മാത്രമാണ് അടയ്ക്കേണ്ടത്? സർവീസ് കൊടുക്കുന്ന വ്യക്തി മാത്രമാണ് അഡ്വാൻസ് മേലുള്ള GST ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ടത്. ഓക്കെ, ഇതാണ് റെസിപ്റ്റ് വൗച്ചർ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ആണ് പേയ്മെൻറ്റ് വൗച്ചർ. പേയ്മെൻറ്റ് വൗച്ചർ. ഓക്കെ, എന്താണ് പേയ്മെൻറ്റ് വൗച്ചർ എന്ന് വെച്ചാൽ എന്താണ്? ഞാനൊരു രജിസ്ട്രേഡ് പേഴ്സൺ ആണ്.
ഞാൻ രജിസ്ട്രേഡ് അല്ലാത്ത വ്യക്തിയിൽ നിന്നും ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഗുഡ്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, രജിസ്ട്രേഡ് അല്ലാത്ത വ്യക്തിയിൽ നിന്നും ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ഇഷ്യൂ ചെയ്യണം, രജിസ്ട്രേഡ് ആയിട്ടുള്ള ഞാൻ ഇഷ്യൂ ചെയ്യേണ്ട ഡോക്യുമെൻറ്റിനാണ് അത് വിളിക്കുന്നത് പേയ്മെൻറ്റ് വൗച്ചർ. അതായത് ഇപ്പോൾ ഞാനൊരു രജിസ്ട്രേഡ് പേഴ്സൺ ആണ്, നിങ്ങൾ രജിസ്ട്രേഡ് പേഴ്സൺ അല്ല, ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരു ടാക്സബിൾ ആയിട്ടുള്ള ഒരു ഗുഡ്സ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത് നിന്ന് മേടിക്കുന്ന ഗുഡ്സിൻ്റെ എമൗണ്ട് ഞാൻ നിങ്ങൾക്ക് നൽകും. സോ ആ എമൗണ്ട് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു തെളിവിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെൻ്റാണെന്ന് പേയ്മെൻറ്റ് വൗച്ചർ. അതായത് നിങ്ങൾക്ക് ഇത്ര രൂപ പേ ചെയ്തു എന്ന് കാണിക്കുന്ന ഡോക്യുമെൻ്റാണ് എന്ത് വിളിക്കുന്നത്, പേയ്മെൻറ്റ് വൗച്ചർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് ആരാണ് ഇഷ്യൂ ചെയ്യേണ്ടത്, ആരാണ്, സപ്ലയർ ആണ് ഇഷ്യൂ ചെയ്യേണ്ടത്. ഓക്കെ, അതായത് രജിസ്ട്രേഡ് ഡീലർ, രജിസ്ട്രേഡ് ഡീലറാണ് ഇഷ്യൂ ചെയ്യേണ്ടത്, നിങ്ങളല്ല ഇഷ്യൂ ചെയ്യേണ്ടത്, ഞാനാണ് ഇഷ്യൂ ചെയ്യേണ്ടത്. ആരിലേക്ക്, നിങ്ങളിലേക്ക് ഇഷ്യൂ ചെയ്യണം, ഞാൻ ഇത്ര രൂപ പേയ്മെൻറ്റ് നടത്തി എന്ന് പറഞ്ഞുകൊണ്ട്. ദെൻ ലാസ്റ്റ് വണ്ണാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് റീഫണ്ട് വൗച്ചർ എന്ന് പറയും. ഓക്കെ, തേർഡ് വണ്ണാണ് റീഫണ്ട് വൗച്ചർ. എന്താണ് റീഫണ്ട് വൗച്ചർ? ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. അഡ്വാൻസ് ഞാൻ പേ ചെയ്ത സമയത്ത്, അതായത് ഞാനൊരു സർവീസ് റെൻഡർ ചെയ്യുന്നൊരു വ്യക്തിയാണ്, എൻ്റെ അടുത്ത് നിന്ന് നിങ്ങളൊരു സർവീസ് മേടിക്കുകയാണ്, 6 മാസം കഴിഞ്ഞിട്ട് സർവീസ് മതി എന്ന് പറഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്തു, എനിക്കൊരു 40,000 രൂപ അഡ്വാൻസ് തന്നു. ആ സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെൻ്റ് ഏതായിരിക്കും, റെസിപ്റ്റ് വൗച്ചർ ആയിരിക്കും. ഓക്കെ, ആ റെസിപ്റ്റ് വൗച്ചർ ആ 40,000 രൂപയിൽ എന്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും, GST ഇൻക്ലൂഡഡ് ആയിരിക്കും. ആ GST ഞാൻ എങ്ങോട്ടേക്ക് അടച്ചിട്ടുണ്ടാവും, ഗവൺമെൻറ്റിലേക്ക് അടച്ചിട്ടുണ്ടാവും. കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾ എന്നോട് എന്ത് പറയാനാണ്, ഒരു 2 മാസം കഴിയുമ്പോൾ പറയാനാണ് എനിക്ക് ആ സർവീസ് വേണ്ട എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും, ഞാൻ ഈ 40,000 രൂപയിൽ വന്ന GST ഞാൻ ഗവൺമെൻറ്റിലേക്ക് അടച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗവൺമെൻറ്റിലേക്ക് അടച്ചു കഴിഞ്ഞപ്പോൾ ആക്ച്വലി ഞാൻ നിങ്ങൾക്ക് സർവീസ് തന്നിട്ടുണ്ടോ, ഇല്ല. അപ്പോൾ സർവീസ് നിങ്ങൾക്ക് നൽകാത്ത പക്ഷം ഞാൻ ഗവൺമെൻറ്റിലേക്ക് അടച്ചിരിക്കുന്ന ആ GST 40,000 രൂപ മേൽ അടച്ചിരിക്കുന്ന GST എനിക്ക് ഗവൺമെൻറ്റിൽ നിന്ന് എന്ത് ചെയ്ത് കിട്ടും, റീഫണ്ട് ചെയ്ത് കിട്ടും. ഓക്കെ, അതിനെയാണ് എന്ത് വിളിക്കുന്നത്, റീഫണ്ട് വൗച്ചർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്താണ് റീഫണ്ട് വൗച്ചറിൻ്റെ കേസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. അതായത് ഒരു റെയ്മണ്ട്, ഓക്കെ, ഒരു റെയ്മണ്ട് എന്ന് പറയുന്ന ഒരു തുണിയുടെ ഒരു കമ്പനി, ക്ലോത്തിങ്ങിൻ്റെ കമ്പനി, അത് നമ്മുടെ കൊച്ചിയിലുള്ളതാണ്. ഓക്കെ, ആ കൊച്ചിയിലുള്ള കമ്പനി ഒരു കാരവൻ എന്ന് പറയുന്ന കമ്പനിയുടെ അടുത്തുനിന്ന്, കാരവൻ ലോജിസ്റ്റിക്സ്, ഓക്കെ, ഈ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാണ്. റെയ്മണ്ട് പറയാനാണ് ഒരു 5 ലക്ഷം രൂപയുടെ ക്ലോത്തിങ്സ് ചെന്നൈയിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന് എന്ത് ചെയ്യണം, കേരളത്തിലേക്ക് കൊണ്ടുവന്ന് തരണം എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ സർവീസാണ് വേണ്ട. അപ്പോൾ കാരവൻ ലോജിസ്റ്റിക്സ് ചെയ്യുന്ന എന്താണ്, സർവീസാണ് ചെയ്യുന്നത്, ട്രാൻസ്പോർട്ടിംഗ് ആണ്. അവിടെ നിന്ന് ഇവിടം വരെ 5 ലക്ഷം രൂപയ്ക്ക് എന്ത് ചെയ്യും, 5 ലക്ഷം രൂപക്ക് ഗുഡ്സും കൂടെ എത്തിച്ചു കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു കച്ചവടം 5 ലക്ഷമാണ്. അവിടുത്തെ ഗുഡ്സ് ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതിന് കാരവൻ ലോജിസ്റ്റിക്സ് ഈടാക്കുന്ന തുകയാണ് 5 lakh എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കാരവൻ ഇവരോട് ആവശ്യപ്പെടുകയാണ് 2 ലക്ഷം രൂപ അഡ്വാൻസ് വേണം എന്ന് പറയുന്നു. സോ 2 ലക്ഷം രൂപ അഡ്വാൻസ് ആര് കൊടുക്കും, റെയ്മണ്ട് കാരവന് കൊടുക്കും. ഓക്കെ, അപ്പോൾ കാരവൻ ലോജിസ്റ്റിക്സ് ഈ പറയുന്ന 2 ലക്ഷം രൂപ അഡ്വാൻസ് മേടിച്ചതിന്മേൽ റെയ്മണ്ടിന് എന്ത് കൊടുക്കും, ഒരു റെസിപ്റ്റ് വൗച്ചറും കൊടുക്കും. അതായത് റെയ്മണ്ട് എന്ത് ചെയ്തു, 2 ലക്ഷം രൂപ റെയ്മണ്ടിൻ്റെ അടുത്തുനിന്ന് ഞങ്ങൾ സ്വീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു റെസിപ്റ്റ് വൗച്ചറും ഇഷ്യൂ ചെയ്യും. എന്നിട്ട് കാരവൻ ലോജിസ്റ്റിക്സ് ഈ 2 ലക്ഷം രൂപയിൽ എന്തുണ്ട്, 2 ലക്ഷം രൂപയിൽ ടാക്സ് ഇൻക്ലൂഡഡ് ആണ്, ഈ അഡ്വാൻസിൽ ടാക്സ് ഇൻക്ലൂഡഡ് ആണ്. ഫോർ എക്സാമ്പിൾ നമുക്കൊരു സിമ്പിളായിട്ട് പറയാം, ഒരു 20,000 ടാക്സ് ഇൻക്ലൂഡഡ് ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അപ്പോൾ 20,000 ടാക്സ് എങ്ങോട്ടേക്ക് അടച്ചിട്ടുണ്ടാവും, കാരവൻ ഗവൺമെൻറ്റിലേക്ക് അടച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു ഏപ്രിൽ മാസമായി കഴിഞ്ഞപ്പോഴത്തേക്കും, ഇത് സംഭവിച്ചൊരു ജാനുവരിയിലാണ്, ഏപ്രിൽ മാസമായി കഴിഞ്ഞപ്പോഴത്തേക്കും റെയ്മണ്ട് പറയാണ്, കാരവനോട് പറയാണ് ഞങ്ങൾക്ക് ഗുഡ്സ് വേണ്ട, അതായത് അവിടെ നിന്ന് ചെന്നൈയിൽ നിന്ന് ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് ഗുഡ്സ് വേണ്ട എന്ന് പറയുകയാണ്. സോ അവിടെ ആ ഓർഡർ ക്യാൻസൽ ആവുകയാണ്. അങ്ങനെ ഓർഡർ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ കാരവൻ ലോജിസ്റ്റിക്സ് എത്ര രൂപ ഇവരുടെ അടുത്ത് നിന്ന് മേടിച്ചു, റെയ്മണ്ടിൻ്റെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപ മേടിച്ചു, ഇൻക്ലൂഡിങ് ടാക്സ് ആണ് കേട്ടോ. സോ 1,80,000 പ്ലസ് 20,000 കൂടിയിട്ട് 2 ലക്ഷം രൂപ മേടിച്ചിരുന്നു. ഓക്കെ, ആ 2 ലക്ഷം രൂപയും ആര് തിരിച്ചു കൊടുക്കേണ്ടി വരും, കാരവൻ റെയ്മണ്ടിന് നിർബന്ധമായിട്ട് തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, പക്ഷേ കാരവനെ സംബന്ധിച്ചൊരു നഷ്ടമുണ്ട്. എന്താണ് നഷ്ടം, 20,000 ഓൾറെഡി ഇവരെന്ത് ചെയ്തു, ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടച്ചുപോയി. ഈ അഡ്വാൻസ് മേലുള്ള 20,000 ഗവൺമെൻറ്റിലേക്ക് അടച്ചു.
ആ അഡ്വാൻസ് അടച്ച ടാക്സ് ഗവൺമെൻറ് എന്ത് ചെയ്തു കൊടുക്കും? റീഫണ്ട് ചെയ്തു കൊടുക്കും. അങ്ങനെ റീഫണ്ട് ചെയ്യണമെന്നുണ്ട് എങ്കിൽ എന്ത് ഇഷ്യൂ ചെയ്യണം? കാരവൻ ഇഷ്യൂ ചെയ്യേണ്ട ഡോക്യുമെൻ്റാണ് റീഫണ്ട് വൗച്ചർ എന്ന് പറയുന്നത്. 5th വണ്ണാണ് ഡെലിവറി ചെല്ലാൻ. ഡെലിവറി ചെല്ലാൻ എപ്പോഴാണ് ഇഷ്യൂ ചെയ്യേണ്ടതെന്നാൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചതാണ്. എപ്പോഴാണ് മെയിനായിട്ട് ഇഷ്യൂ ചെയ്യുക? ജോബ് വർക്കിൻ്റെ സമയത്താണ് ഇഷ്യൂ ചെയ്യുക. ഓക്കെ. അതുപോലെ തന്നെ ലിക്വിഡ് ഗ്യാസ് സപ്ലൈ ചെയ്യുന്ന സമയത്തും സപ്ലൈ അല്ലാത്ത വേറെ എന്തെങ്കിലും കാര്യങ്ങൾ സപ്ലൈ ചെയ്യണമെങ്കിൽ അപ്പോഴും, അതുപോലെ തന്നെ സപ്ലൈ നോട്ടിഫൈഡ് ബൈ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്ത ചില സപ്ലൈസ്, ഇതിനൊന്നും ടാക്സ് ഇൻവോയ്സോ ബില്ലോ സപ്ലൈയോ ഒന്നും ഇഷ്യൂ ചെയ്യേണ്ട കാര്യമില്ല. അതിന് എന്ത് ഇഷ്യൂ ചെയ്താൽ മതി? ഡെലിവറി ചെല്ലാൻ മാത്രം ഇഷ്യൂ ചെയ്താൽ മതി. സോ ഞാൻ ഇന്നെടുത്ത ടോപ്പിക്ക് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് അറിയിക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റൊരാൾക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക.